വായി മേല നിന്റെ പാട്ട് പാടരുത്. ഇവന്റെ വായി പൊത്തി പിടിക്കണം കേട്ടോ. കോൾ അസ്പാക്കൻ റെസ്പെക്ട് ചെയ്യുന്ന റെസ്പെക്ട് ചെയ്യാൻ ഓനാറാ പ്രധാനമന്ത്രിയാ. റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിട്ട് റെസ്പെക്ട് അസ്പാക്കാം. അസ്പാക്ക് കറിയും അതിന് എടേ ഈ എലിക്കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു. കരയാനുള്ള ഇതില്ല എനിക്ക് മനസ്സിലാ. കരയാനുള്ള ഈ അസ്പാക്ക് കരയിൽ നിന്ന് ഒട്ടൊരു സംഭവം ഇല്ല. അങ്ങനെ ഒരു സംഭവം ഈ ലോകത്തില്ല. മനസ്സിലാ. അത് ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ്. മനസ്സിലാ. ഷമീർ അവനൊന്ന് ഹഗ് ചെയ്യെല്ലാം അവിടെ ശരി. ആ ഷമീർ നീ ഒന്ന് വന്നേ. ഒന്ന് വെട്ടിപ്പിടിച്ചേ. നീ ഒന്ന് വെട്ടിപ്പിടിച്ചേ. ഇപ്പൊ കുറച്ച് സമാധാനല്ലേ? പേരുണ്ട്. ഇപ്പൊ നല്ല സുഖമുണ്ട്. ആ അതാണ് ഈ ഹഗ് ചെയ്തത് നല്ലതാണ്. ഹഗ് ചെയ്തത് നമുക്ക് കുറച്ച് ഇത് കിട്ടും. മാറ് 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 മാറ്. ഓക്കെ ഓക്കെ ഓക്കെ. എനിവേസ് ഇത് എന്താന്നില്ല എന്റെ സ്ട്രീം എല്ലാന്നുണ്ട്. ഞാൻ കാര്യം പറയില്ല. ഇത് എന്താ എന്തെല്ലാന്ന് വിഷയങ്ങളുടെ ചർച്ച. ഇതെന്താന്നെ ഇതെന്താണ് ചാറ്റ് എന്താ ഇങ്ങനെ എന്റെ സ്ട്രീം എല്ലാന്നുണ്ട്. ഞാൻ കാര്യം പറയാലോ. അത് ഞാൻ ഡെയിലി പ്രോപ്പറായിട്ട് സ്ട്രീം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഇരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്ന ഡബ്ല്യു ചെയ്യുക. ഇതെന്തൊരു എഡ്യൂക്കേറ്റഡാന്ന്. ഇതെന്തൊരു ഹഗ് അസ്പാക്കനാ. ഹഗ് അസ്പാക്കിനാക്കി. അസ്പാക്ക് ഇങ്ങോന്നാ. അസ്പാക്ക അസ്പാക്ക് ഇങ്ങോ ഇങ്ങോന്നാ. നിങ്ങളാണോ കട്ടിപ്പിടിച്ച കട്ടിപ്പിടി കട്ടിപ്പിടിക്ക. അതൊക്കെ മനസ്സിലാകത്തില്ല. ഇതെന്തിനാ കരോക്കെ സെർച്ച് ചെയ്യാം. ഇന്ന് പിസ്സ 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 ഇന്ന് പിസ്സ ഫുഡ് പാട്ട് പാട്ട് കോൾ താരാന്ന് പറയുന്നുണ്ട്. ഷിമിറ എന്റെ താരനെ വിളിക്കാൻ പറയുന്നുണ്ട്. ഞാൻ നോക്കിക്കോളാം. താരെന്ത് പറയാ? അയ്യോ എവിടെയാ പോന്നെന്ന് പറഞ്ഞില്ലടാ. നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? നമ്മളെ ഓളല്ലേ? എല്ലാരും ഒരേ സ്വരത്തിൽ കളവിലാക്കല്ല. എല്ലാരും ഒരേ സ്വരത്തിൽ നല്ല വിശപ്പെടാം. നിനക്ക് നമ്മളെ മിസ് നമ്മള് കൊട്ടൻ ചിക്കനൊക്കെ പോകാൻ ചമ്മല്ലേ? മലപ്പുറത്തോട്ട് നമ്മൾ ഓടിയെത്തും. ഇവനിങ്ങനെയല്ലേടാ. ഇവനിങ്ങനെയല്ലേ? ഇവൻ ഈ ഒരു ഇതല്ലേ? ഞാൻ എനിക്ക് പാട്ടെല്ലാം പാടാൻ പഠിക്കല്ല. ഇരിക്കുന്നേ ഒരു നല്ല പാട്ട്. ഈ മൂഡൊന്ന് മാറ്റി മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് പാട്. ഒരു ഓൺ പാട്ട് ഏതാ? സന്തോഷമുള്ള പാട്ട്. ആ സന്തോഷിക്കാൻ പറ്റിയ ഒരു പാട്ട് പറഞ്ഞ ഗൈസ്. ഒരു പാട്ട് പറഞ്ഞ വൺ മോർ എന്ന് പറയുന്നു. മമ്മു ഒരു പാട്ടും കൂടി ഒരു പാട്ടും കൂടി പാടൊരു പാട്ട് പാടുற മോണ്ടെ. ഒരു പാട്ട് പാട്. ഒന്നും കൂടി പാട്. നീ എടുത്തു സാധനം എടുത്തു വെച്ചോ. എല്ലാരും വൺമോർ ചോദിക്കുന്ന ഇതാക്കടാ. ഒരു പാട്ടും കൂടെ പാടും. അല്ല ഒന്നുകൂടി പാടട്ടെ.
പോയട്ടെ. അസ്പാക്കിനൊന്നും പാട്ടൊന്നുമില്ല. പോയാ അസ്പാക്ക് പാടണമെന്ന് ആൾക്കാർ പറയുന്നുണ്ടാ. പാടാന്ന് അറിയണ മെൽവിൻ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ എനിവേസ് ഗൈസ് ലൈവ് എൻഡ് ചെയ്യല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? പറ ചാറ്റ്. എന്തെങ്കിലും ഞാൻ മറന്നോ? ഷെയ്ഖിന്റെ വീട്ടിൽ റിയാക്ട് ചെയ്തല്ലോ. ആരാ റെയ്ഡ്? ഇന്ന് ആരാ റെയ്ഡ് കൊടുക്കണ്ട? പറ, ഇന്ന് ആരാ റെയ്ഡ് കൊടുക്കണ്ട? എടാ എനിക്ക് എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്കടാ. പാക്ക് ചെയ്യാൻ സഹായിക്കുമോ? ഒന്ന് പാക്ക് ചെയ്യാൻ സഹായിക്കുമോ? ആരാ റെയ്ഡ്? പറ, ചാറ്റ് പറ. എൻഡ് ചെയ്യാം. പിസ്സ മറന്നല്ല. എത്ര സമയം? ഒരു 10 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ് അപ്പോഴത്തേക്ക്. അമ്മ പിസ്സയും കൂടി തിന്നിട്ട് പോവാം. ഓക്കെ, പറ ഗൈസ്, എന്താണ്? അസ്പാക്കിന് പാടാൻ ബിതുങ്ങിയ കുറ്റി പോലെ പോസ്റ്റ് പോലെ ഇവിടെ നിൽക്കുന്നുണ്ടാ. ഈ ബിതുങ്ങി, ഞാൻ കാര്യം പറയാം, ഇവനല്ല പാട്ട് പാടട്ടെ. പെരുന്ന കൂട്ടുകാർ നമ്മ പാട്ട് ആ പാട്ട് വെച്ചാലോ? ആ പാട്ടേതാ? അസ്പാക്ക് പാടട്ടെ. അസ്പാക്കെല്ലാം പാടിയ അതിന്റെ മൊത്തം നമുക്ക് റീഡ് കൊടുത്ത് എൻഡ് ചെയ്യാം. ഓക്കെ, എടാ ആയ പാട എടുക്കടാ. മമ്മു എവിടെ പോന്ന? മമ്മു സിനിമടാ. മമ്മുക്ക് സിനിമയായല്ലോ. മമ്മൂന് നല്ല ആക്ടറല്ലേ മമ്മുവല്ലോ. മമ്മൂന് സിനിമയിൽ മെയിൻ റോള് കിട്ടിയല്ലോ മമ്മൂന്. അതിൽ വിളിച്ചാ പോലും എടുക്കൂലല്ലേ? ഞാൻ ഷൂട്ടിങ്ങിന്റെ ഇടക്കാന്നല്ല. അത് എടുക്കാൻ പറ്റൂല. തിരക്കുണ്ടെങ്കിൽ പിന്നെ ഓനെങ്ങനെ എടുക്കാൻ പറ്റും? രാത്രി വിളിച്ചതാ. വിളിച്ചതാ. നീട് ചട്ടിയിട്ട് ഓടി നടന്നല്ലടാ. ഇങ്ങനല്ലായ ഫുൾ സാഡ് ഡേ ആയിപ്പോയല്ലേ മൊത്തത്തിൽ. സന്തോഷത്തിൽ പിസ ഒന്നാ. ഇതെന്താ പിസ ഇങ്ങനെ? പിസ റൗണ്ടിലല്ലേ? ആണോ? നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓ മമ്മു ഇതെല്ലാം മിസ് ചെയ്യലോ. വെൽവിന്റെ മിസ് ചെയ്യലോ. നമ്മൾ ഡെയിലി പിസ ചിക്കിങ് ഒക്കെ ഇല്ലേ? ഇതിനാണ് ചൂടുള്ള. അതിപ്പോ എടുത്തിട്ടേ ഉള്ളൂ. കാണിക്കണം. അയ്യോ നീ ഇങ്ങോട്ട് കാണിക്കാം. ഇങ്ങോട്ട് കാണിക്കും. ചിക്കനല്ലേ പിസയാക്കില്ലേ? മെൽവിൻ രണ്ട് വാക്ക് പിസ രണ്ട് വാക്ക് ഞാൻ പറയാൻ പറഞ്ഞു. അപ്പം പിസ. ഓ നല്ല മണം വരുന്നുണ്ട് കുത്തേ. അയ്യോ നിലത്താക്കല്ലോ. ഇത് മൊത്തം കാർപ്പറ്റിൽ മൊത്തം ആവും. കാർപ്പറ്റിലാവും. കാർപ്പറ്റിലാകാനാണ് സാധ്യത മൊത്തം ഞാൻ കാണുന്നത്. ഒരു മിനിറ്റ്, ഇവിടെ കുറച്ച് കുരങ്ങൻ കൂട്ടങ്ങളാണ് ഇപ്പൊ കൈയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ നിലത്തെന്തെങ്കിലും വിരിച്ചില്ലെങ്കിൽ മൊത്തം ഇവിടെ മറ്റേ അടി നടക്കും. എടാ അങ്ങനെ ഇതാക്കരെ. എല്ലാ പ്രാവശ്യം പോലെ കൈയിട്ട് വരില്ല പ്ലീസ്. എടുത്തു തരുമല്ലോ. നമ്മൾ മാനേജ് പഠിച്ചല്ലോ. ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ലൈവ് അതിന്റെ സമാധാനത്തിൽ തോന്നുന്നു. ഇപ്പൊ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. മെൽവിന്റെ ഫുഡ് എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഓക്കെ, ഒരു പ്ലേറ്റ് എന്തെങ്കിലും ഉണ്ടോ? ചൂടായിരിക്കും. പ്ലേ കുര്യാക്കോസ് എവിടെ? കുര്യാക്കോസിന് കൊടുക്കും ആദ്യം. മെൽവിന്റെ പിസ്സ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇതെന്താണ് ഇത്? അൽസ പോലെ ആയാലും ഇത് ചൂടാണ്. തണിയണം. പാത്രം എടുത്തിട്ടോ മെൽവിനെ? ഒരു പാത്രം എടുത്തിട്ട് വന്നേ. ഒരു പാത്രം എടുത്തോ മെൽവിനെ. ഒരു പാത്രം എടുത്തേ. സോസ് കൊടുത്തല്ല. നീ ഇതിന് മുന്നേ പിസ്സ ആക്കിയിട്ടുണ്ടോ? പിന്നെ കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ടോ?
കുഴപ്പമില്ല. ബീഫ് വന്നിട്ടില്ലടാ, സോസ് കൂടുതലാ. ബീഫ് തീരെ വന്നിട്ടില്ലടാ. നല്ല ഉണ്ടല്ലോ ബീഫ് വന്നു നോക്കും. ബീഫ് കിട്ടിയില്ല. എടാ കഷ്ണം ബീഫ് താടാ. ഇതൊക്കെ തിന്നാൻ കിട്ടിയാൽ എല്ലാവരും ലൈവെല്ലാം മറന്നാ. ടേസ്റ്റ് എല്ലാം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കുര്യാക്കോസ് ചെയ്തോ, ഞാൻ കൊടുക്കാം. നാളെ വീഡിയോ എടുക്കണം. ഞാൻ ബീഫ് ഫുള്ളെടുക്കല്ല. ബീഫ് കുര്യൻ, പിന്നെ കുര്യന് കൊടുക്കാണ്ട് പരിപാടി ഇല്ല. കുര്യാ മീനാ. കുര്യന്റെ വീഡിയോ ചാറ പറ ഇറങ്ങിയ സാഡ് വീഡിയോ. കുര്യന് ഫുഡ് നോക്കി നിൽക്കുകയും ചെയ്ത് കുര്യൻ. മെൽവിന അഭിപ്രായം പറഞ്ഞല്ലോ. അതായത് ഭയങ്കര സോഫ്റ്റ് ആയി പോയി. കുറച്ച് ഹാർഡാണ് പിസ്സ. ഇത് പുള്ളി ഇങ്ങനെ അഞ്ഞു വീഴുന്നു. രണ്ടാമത് കാര്യം, ബീഫ് വന്നിട്ടില്ല. അല്ല നിനക്ക് തോന്നില്ല? നീ ടേസ്റ്റ് ചെയ്ത് നോക്ക്. സോസ് കൂടുതലാ. ഈ 3 കാര്യമുള്ളൂ, ബാക്കി അടിപൊളിയാ. ഇത് പറഞ്ഞിരുന്ന നീ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടാന്നാ പറഞ്ഞിരുന്നത്. നീ വേറൊന്നും വിചാരിക്കണ്ട. നോട്ടാ എന്താ ഓ ഇങ്ങനെ ടേസ്റ്ററാ. ഞാൻ ഫാൽക്കന് റൈഡ് കൊടുക്കും. കുറെ ആൾക്കാർ ഫാൽക്കന് റൈഡ് കൊടുക്കാൻ പറയുന്നു. അവൻ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടിലുള്ളതാന്ന് പറയും. എടാ റൈഡ് കൊടുക്ക. എടാ അങ്ങനെ ഒരാൾ ഇതാക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണേ, എംആർസിൽ 30-35 മെമ്പേഴ്സ് ഉണ്ട് ഇപ്പൊ. മീൻസ് GTM എങ്കിലും അവരെല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും, മനസ്സിലാവും. അങ്ങനെ ഒരാളെ മാത്രം ഇതാക്കരുത്. പക്ഷെ ഇന്ന് നമുക്ക് ഫാൽക്കൺ റൈഡ് ചെയ്യാം, ഓക്കെ. പക്ഷെ നിങ്ങൾ അതും കൂടി ചിന്തിക്കണം, ബാക്കി ആൾക്കാരെയും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം, മനസ്സിലാവും. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതാണ്, മനസ്സിലാവും. അപ്പം അതും കൂടി ഓർക്കുക, അത്രേ ഉള്ളൂ. എടാ എടുക്കടാ. അച്ചായന് റൈഡ് കൊടുക്കുക. ഈ ആസ്കടി വന്നു. അച്ചായൻ ചോദിച്ചോ റൈഡ് ചോദിച്ചോ? ചോദിച്ചാൽ കൊടുക്കൂല. ചോദിക്കാൻ ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കും. അച്ചായന് ഇങ്ങോട്ട് വരാണ്ട് അവിടെ പോയിട്ട്, അതായത് 2 ദിവസമായിട്ട് ഇന്നലെയും വന്നില്ല. ഇന്നലെ കല്യാണത്തിന് പോകുന്നെന്ന് പറഞ്ഞിട്ട് കള വറട്ട് പോയി. കല്യാണത്തിന് ഒന്ന് വറട്ടാന്ന് പോയത്. രാത്രി നോക്കുമ്പോണ്ട് ലൈവ്. അവിടെ വീട്ടിൽ പോയിട്ടുണ്ട്, ലൈവ് ഇട്ടില്ല. അച്ചായ ഇവിടെ വരാണ്ട് അവിടെ പോയിട്ട് ലൈവ് എടുത്ത്. എന്നാ പിന്നെ പറയൂ, എന്നാ കുഴപ്പമില്ല. മോനെ ഞാനിന്ന് ലൈവാണ് അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് എന്നോട് കല്യാണത്തിന് വന്നിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ലൈവ്. ഞാൻ റൈഡ് കൊടുക്കൂല. അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, വരട്ടെ. എനക്ക് അവരോട് 2 പറയാനുണ്ട്. കളവെ നിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് കൊടുക്കാം. ആ ഇതെങ്ങനെ സ്ക്രീൻ കാണിക്കണം? എല്ലാരും എവരിബഡി പോയി റൈഡ്. എനിക്ക് സത്യം പറഞ്ഞ ഈ ഇവനെനക്ക്